ISO എന്ന് പറയുന്നത് അതിനകത്ത് നിങ്ങൾക്ക് നോക്കി ഞാൻ മനസ്സിലാവും. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ. അതായത് ഇപ്പോൾ ഉള്ള കമ്പനീസ്, അതായത് മാനുഫാക്ചറിംഗ് ആയിക്കോട്ടെ, സർവീസ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ട്രേഡിംഗ് ആയിക്കോട്ടെ, ഏത് തരം കമ്പനീസിനും ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറിൽ കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ടാണ് ISO എന്ന യൂണിറ്റ് ഉള്ളത്. അപ്പം എല്ലാ കമ്പനീസിനും അത് കിട്ടില്ല അല്ലേ? അല്ല, എല്ലാവർക്കും എടുക്കാൻ പറ്റും. പക്ഷെ അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ലൈക്ക് ദർ ആർ ഫ്യൂ സ്റ്റെപ്സ്, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ISOന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ. ഇത് ISOന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ബോഡിയാണ്, ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, ISO ഇംപ്ലിമെന്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് തരുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ബിസിനസ്സിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്? എങ്ങനെ, അല്ലെങ്കിൽ ഏത് സെക്ടേഴ്സിലായിരിക്കും കൂടുതൽ? ഓൾമോസ്റ്റ് എല്ലാ സെക്ടേഴ്സിനും ഇത് പോസിറ്റീവ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം സപ്പോസ് ട്രേഡിംഗ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും കമ്പനീസിന് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യേണ്ടി വരും. എക്സ്പോർട്ടിംഗ് സെക്ടറിലാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഷിപ്പിങ്ങിന്, ലോജിസ്റ്റിക്സ്, പിന്നെ അതുപോലെ എക്സ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ ISO സർട്ടിഫൈഡ് കമ്പനി എന്നാകുമ്പോൾ അതിന്റെ വാല്യൂ, ആ കമ്പനിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് വേറെ ലെവലായിരിക്കും. നമുക്ക് പുതിയ ക്ലയൻസിനൊക്കെ പെട്ടെന്ന് ഡീലിംഗ്സ് ഒക്കെ നടക്കും എല്ലാത്തിനും. കാരണം എസ്പെഷ്യലി ലൈക്ക് ഈ സർവീസ് സെക്ടർ ഒക്കെ ആണെങ്കിൽ മറ്റേ എന്താ പറയാ, ഇന്റർനാഷണൽ ക്ലയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നടക്കും. അതെ, കാരണം ഡീലിംഗ്സ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അത് ഒരു വാല്യൂ ആണ്, കമ്പനിയുടെ വാല്യൂ. അതായത് ഈ ഒരു ലെവലിൽ നിൽക്കുന്ന കമ്പനി ISO ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവലിൽ നേരെ ഡബിൾ, ആ വാല്യൂ തന്നെ മാറുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്.